നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ആൾക്കാർ, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ആസ്മ, അലർജി, ശ്വാസം മുട്ടൽ എന്നീ രോഗങ്ങൾ കാരണം. ആക്ച്വലി ഒരുപാട് ആൾക്കാർ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരു ഭൂരിഭാഗം ആൾക്കാരും ഡോക്ടറിനെ ചെന്ന് കാണും, ഡോക്ടറിനെ ചെന്ന് കണ്ട് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഇൻഹേലർ യൂസ് ചെയ്യും. പക്ഷേ ജീവിതകാലം മൊത്തം അവർക്ക് ഈ മരുന്ന് കഴിക്കുകയോ ഇൻഹേലർ ഉപയോഗിക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് ഈ മരുന്ന് കഴിക്കും, പിന്നെ അവർക്ക് വീണ്ടും ഈ അസുഖം കുറയും, അത് കഴിഞ്ഞ് പിന്നെ അസുഖം വരും, പിന്നെയും മരുന്ന് കഴിക്കും. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളിലായിരിക്കും കാണുന്നത്. ഈ ഒരു മെജോറിറ്റി ആൾക്കാർക്കും ആസ്മ, അലർജി, ശ്വാസം മുട്ടൽ പൂർണ്ണമായിട്ടും മാറുന്നത് നമ്മൾ കാണാറില്ല. ആസ്മ, അലർജി, ശ്വാസം മുട്ടൽ പൂർണ്ണമായിട്ടും മാറാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ, ഒന്ന് പാരമ്പര്യം, രണ്ട് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്. അപ്പൊ ഈ മൂന്ന് കാര്യം, അതായത് നമ്മുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും അതുപോലെ നമ്മുടെ പാരമ്പര്യവും കാരണമാണ് നമുക്ക് ഈ ഒരു ആസ്മയും അലർജിയും ശ്വാസം മുട്ടലും വിട്ടുമാറാതെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ വീഡിയോയിലൂടെ ആസ്മയും അലർജിയും ശ്വാസം മുട്ടലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാം, പൂർണ്ണമായിട്ടും എങ്ങനെ തുടച്ചു നീക്കാം, ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ ശ്വാസം മുട്ടല്, അലർജി, ആസ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാടധികം പേഷ്യൻസ് ആണ് നമ്മളെ കാണാനായിട്ട് ഡെയിലി നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നത് ഈ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ട്. അപ്പൊ ബേസിക്കലി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ആസ്മയും അലർജിയും എന്താണ്? പലയധികം ആൾക്കാരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ലോ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷിയുടെ കുറവ് കാരണമാണ് നമുക്ക് ഈ ആസ്മയും അലർജിയും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് പ്രതിരോധ ശേഷി കൂട്ടാനായിട്ടുള്ള ഒരുപാടധികം ടോണിക്കുകളും മരുന്നുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആസ്മ, അലർജി, ശ്വാസം മുട്ടൽ എന്നീ രോഗങ്ങൾ വരുന്നത് ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കാരണമല്ല, നേരെ മറിച്ച് ഇമ്മ്യൂണിറ്റിയുടെ ഓവർ റിയാക്ഷൻ കാരണമാണ് നമുക്ക് ഈ ആസ്മ, അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കാരണമല്ല നമുക്ക് ഈ ആസ്മ, അലർജി ഉണ്ടാകുന്നത്, ഇമ്മ്യൂണിറ്റിയുടെ ഓവർ റിയാക്ഷൻ കാരണമാണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ആസ്മയിൽ നിന്നോ അലർജിയിൽ നിന്നോ നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അടുത്തതായിട്ട് മെയിൻ ആയിട്ടും ഈ അലർജിക് ബ്രോങ്കൈറ്റിസ്, അതായത് ആസ്മ അല്ലെങ്കിൽ അലർജി, ഇതെല്ലാം ഉണ്ടാക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ പൊടി, അതായത് ഡസ്റ്റ് ആണ്. ഈ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡസ്റ്റ് കാണും. ഒന്നാമത്തെ കാര്യം പോളൻ ഗ്രെയിൻ, പൂമ്പൊടി. പൂമ്പൊടി എന്ന് പറയുമ്പോൾ ഇപ്പൊ കോട്ടയം, കൊല്ലം ഭാഗങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, വീടിന്റെ അടുത്തൊക്കെ റബ്ബർ ഒരുപാടുണ്ട്. ഈ റബ്ബർ പൂക്കുന്ന സമയം അതിന്റെ ഈ പൂമ്പൊടി കാരണം പലയധികം ആൾക്കാർക്കും ഈ ഒരു ആസ്മ വരുന്നുണ്ട്. മാത്രമല്ല അക്കേഷ്യ പോലത്തെ ചെടികളിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് കാരണം പലയധികം ആൾക്കാർക്കും ഈ ഒരു ആസ്മയുടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഒരുപാടധികം പൊടിയൊക്കെ നിറഞ്ഞ വീടുകൾ ഉണ്ടെങ്കിലും ഒരുപാടധികം രീതിയിൽ ആസ്മയ്ക്ക് കാരണമാകുന്നു. പ്രധാനമായിട്ടും ഈ തടി ഒട്ടിച്ച വീടുകൾ, വുഡിന്റെ പാനലിംഗ് ചെയ്ത വീടുകളിലേക്ക് ഈ വുഡിന്റെ അകത്ത് ചെറിയ 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 പൂപ്പലും ഫംഗസും ഇതെല്ലാം വന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ നനവ് തങ്ങി നിന്നിട്ട് ഒരുപാടധികം പൊടി പറ്റിപ്പിടിക്കുകയും ഇങ്ങനെ വഴി ഒരുപാടധികം ആൾക്കാർക്ക് ആസ്മ വരുന്നു. ഇനി അടുത്തതായിട്ട് അലർജിക്ക് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ, പട്ടി, പൂച്ച എന്നീ പെറ്റ്സിനെ നമ്മൾ വളർത്തുമ്പോൾ അതിൽ നിന്ന് പൂട പൊഴിഞ്ഞിട്ട് നമ്മുടെ അത് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ചെന്നിട്ട് വരുന്ന അലർജിയാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ, നമുക്ക് ഒരുപാടധികം രീതിയിൽ അമിത വണ്ണമുള്ള ആൾക്കാർക്കും ഈ ഒരു ആസ്മ, അലർജി പോലുള്ള അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഒരുപാടധികം തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവര്, ഒരുപാടധികം പുകയുടെ എക്സ്പോഷർ, ഒരുപാടധികം കെമിക്കൽസിന്റെ എക്സ്പോഷർ, ഇങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും ഒരുപാടധികം രീതിയിൽ അലർജി, ആസ്മ എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡൽഹി പോലുള്ള, അതായത് വായു മലിനീകരണം ഒരുപാടുള്ള, എയർ പൊല്യൂഷൻ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരിലും ഈ ഒരു ആസ്മയുടെയും അലർജിയുടെയും ഒക്കെ അറ്റാക്ക് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആസ്മ, അലർജി അല്ലെങ്കിൽ ശ്വാസമുട്ടലൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ പെത്തോളജി എന്താണ്? ആക്ച്വലി ഈ ഇൻഫെക്ഷൻ കാരണം, എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഇൻഫെക്ഷൻ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ ശ്വാസനാളത്തിൽ വരുമ്പോൾ അവിടെയുള്ള ലിംഫ് നോഡ്സിന്റെ ഓവർ റിയാക്ഷൻ കാരണം നമുക്ക് അവിടെ മ്യൂക്കസ് ഫോർമേഷൻ, അതായത് കഫം ഫോർമേഷൻ ഉണ്ടാകുന്നു. ഈ കഫം അവിടെ ഫോം ചെയ്ത് നമ്മുടെ വായുനാളം പതുക്കെ ചുരുങ്ങുന്നു. ഈ വായുനാളം ചുരുങ്ങും എന്ത് പറ്റും? ഏറെ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഏറെ പോകാൻ പറ്റാതിരുന്നിട്ട് നമുക്ക് ശ്വാസമുട്ടൽ ഉണ്ടാവും. ഇത് ഇൻഫെക്ഷൻ കാരണം. പക്ഷേ നേരെ മറിച്ച് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇന്റർവെൽസ്, അതായത് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വന്നിട്ട് നമ്മുടെ വായുനാളം, അതായത് നമ്മുടെ വിൻഡ് പൈപ്പിലുള്ള ഇമ്മ്യൂൺ സെൽസിന്റെ ഓവർ റിയാക്ഷൻ കാരണം അവിടെ നമുക്ക് കഫം കിട്ടുകയും എപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന ഈ ഒരു കണ്ടീഷനാണ് ആസ്മ അല്ലെങ്കിൽ അലർജി എന്ന് നമ്മൾ പറയുന്നത്. ഈ ആസ്മയുടെയും അലർജിയുടെയും വേറൊരു പേരാണ് അലർജിക് ബ്രോങ്കൈറ്റ്. അടുത്തതായിട്ട് ആസ്മയുടെ അലർജിയുടെ ഒക്കെ മെയിൻ ആയിട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. അച്ഛന്റെ അമ്മയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ആസ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആസ്മ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
അടുത്തതായിട്ട് ഒരു പുതിയ പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ അകത്തും വീട്ടിന്റെ അകത്തൊക്കെ അടഞ്ഞു ഇരിക്കുന്ന കുട്ടികൾ, അതായത് പുറത്തെ പ്രകൃതിയുമായിട്ട് എക്സ്പോഷർ കുറവുള്ള കുട്ടികളിലും ഈ ഒരു ആസ്മയുടെയും അലർജിയുടെയും ഒക്കെ ഒരു പ്രസിപ്പിറ്റേഷൻ വളരെയധികം രീതിയിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഫ്ലാറ്റിന്റെ അകത്തും വീട്ടിന്റെ അകത്തും അടച്ചിട്ട് കുട്ടികളെ വളർത്തുന്നതിന് പകരം കുട്ടികളെ പുറത്തേക്ക് ഇറക്കുക, കുട്ടികളെ പ്രകൃതിയുമായിട്ട് കൂടുതൽ എക്സ്പോഷർ ഉണ്ടാക്കുക. ഈ എക്സ്പോഷർ കാരണം അവരുടെ ശരീരത്തിലുള്ള ഈ ഒരു സെൻസിറ്റിവിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഇപ്പൊ ഫ്ലാറ്റിന്റെ അകത്തും വീട്ടിന്റെ അകത്തൊക്കെ ഇങ്ങനെ ഇട്ട് വളർത്തുന്ന കുട്ടികൾക്ക് ഈ ഡസ്റ്റുമായിട്ടും അതുപോലെ തന്നെ എൻവിറോൺമെന്റ് ആയിട്ടും ഉള്ള ഒരു എക്സ്പോഷർ കുറഞ്ഞിട്ട് ഈ ഒരു കുട്ടികൾ കൂടുതൽ സെൻസിറ്റീവ് ആവുകയും അവരുടെ ഒരു വിൻ പൈപ്പ്, അതായത് ശ്വാസനാളത്തിലുള്ള ഇമ്മ്യൂൺ സെൽസ് വളരെയധികം രീതിയിൽ സെൻസിറ്റീവ് ആവുകയും ഇങ്ങനെ ഒരു എക്സ്പോഷർ എപ്പോഴെങ്കിലും ഉണ്ടാവുമ്പോൾ അത് കൂടുതലായിട്ട് ഓവർ റിയാക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയാണ് പലയധികം കുട്ടികൾക്കും ഇന്ന് ആസ്മ, ശ്വാസം മുട്ടലൊക്കെ കണ്ടുവരുന്നത്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഈ ആസ്മ പൂർണ്ണമായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാം? അതിന്റെ ഒന്നാമത്തെ കാരണമാണ് നമുക്ക് വണ്ണം, അതായത് നമ്മുടെ ബോഡി വെയിറ്റ്. അമിത വണ്ണമുള്ള ആൾക്കാർക്ക്, അതായത് പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് ആസ്മയുടെ അലർജിയുടെയും അറ്റാക്ക് വളരെയധികം രീതിയിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 7-10% വരെ നമ്മുടെ ബോഡി വെയിറ്റ് നമ്മൾ കുറച്ച് നിർത്താനായിട്ട് എപ്പോഴും നമ്മൾ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നത് വഴി നമുക്ക് ഒരുപാടധികം രീതിയിൽ നമുക്ക് നമ്മുടെ പൊണ്ണത്തടി കൺട്രോൾ ചെയ്യാനും ഇതുവഴി നമുക്ക് ആസ്മയുടെ അറ്റാക്ക് കുറയ്ക്കാനും പറ്റുന്നു. മാത്രമല്ല ഒരുപാടധികം രീതിയിൽ അന്നജം കഴിക്കുന്ന ആൾക്കാർ, ഹൈ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കഴിക്കുന്ന ആൾക്കാർക്കും ആസ്മയുടെ അറ്റാക്ക് വളരെയധികം രീതിയിൽ കൂടുന്നുണ്ട്. അപ്പൊ ആസ്മ, അലർജി പോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം പ്രോട്ടീൻ കൂട്ടാനായിട്ട് ശ്രമിക്കുക. പ്രോട്ടീൻ കൂട്ടാനായിട്ട് പറയുമ്പോൾ പയറ്, കടല, മുളപ്പിച്ച പയറ്, ധാന്യങ്ങൾ ഇതെല്ലാം കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. കീറ്റോ ഡയറ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നാണ് പുതിയധികം പഠനങ്ങൾ പറയുന്നത്. കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനും അതുപോലെ തന്നെ എസെൻഷ്യൽ ഫാറ്റ് മാത്രം കഴിക്കുന്ന ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ്, അതായത് അന്നജം നമ്മൾ കഴിക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഡയറ്റ്, കീറ്റോ ഡയറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ശ്വാസനാളത്തിലുള്ള ലിംഫ് നോഡ്സിന്റെ ഓവർ റിയാക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുകയും അലർജിയിൽ നിന്ന്, ബ്രോങ്കിയൽ ആസ്മയിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മുക്തി നേടാൻ പറ്റുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. കീറ്റോ ഡയറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം രീതിയിൽ നമുക്ക് ഈ ഒരു ആസ്മയെയും ഈ അലർജിയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കീറ്റോ ഡയറ്റിനെ പറ്റി ഒരുപാടധികം പഠനങ്ങൾ എലികളിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ എലികളിൽ നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം തന്നെ, എലികളുടെ ശ്വാസനാളത്തിന്റെ അകത്തുള്ള ലിംഫ് നോഡ്സിന്റെ ഓവർ റിയാക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ കീറ്റോ ഡയറ്റ് കഴിക്കുന്നത് പറ്റിയിട്ടുണ്ട്. അപ്പോ മനുഷ്യരിലും ഇതേ സെയിം സംഭവം തന്നെയാണ് ഹാപ്പൻ ചെയ്യുന്നത്. അതായത് മനുഷ്യരും ഈ കീറ്റോ ഡയറ്റ് കഴിക്കുന്നത് വഴി നമുക്ക് ഒരുപാടധികം രീതിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഓവർ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല മധുരത്തിന്റെ അളവ് പൂർണ്ണമായിട്ട് നിങ്ങൾ കുറയ്ക്കുക. അതായത് ഒരുപാടധികം പഞ്ചസാര ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തുക. തേന്, അതുപോലെ തന്നെ ശർക്കര, കരിപ്പോട്ടി, പനം കൽക്കണ്ടി ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അടുത്ത തേനിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. 1/2 ടീസ്പൂൺ തേന് നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. നേരെ മറിച്ച് തേൻ അമിതമായിട്ട് കഴിക്കുന്നത് വളരെയധികം ഹാംഫുൾ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 1/2 ടീസ്പൂൺ നിങ്ങളുടെ തേന് നിങ്ങളുടെ ഭക്ഷണത്തോടെ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല അച്ചാറ്, പപ്പടം, വിനാഗിരി ഇങ്ങനെയുള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. മാത്രമല്ല നമ്മളിപ്പോൾ ഒരുപാടധികം മസാല അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത്, ഒരുപാടധികം പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. ഈ മസാല അടങ്ങിയ ഫുഡുകൾ, ഒരുപാടധികം സ്വീറ്റ്സ്, അതായത് നമ്മൾ ഒരുപാടധികം മധുര പലഹാരങ്ങൾ കഴിക്കുന്നത് ഈ ആസ്മ, അലർജി ഒക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം വലിയൊരു കോസ് ആണ്. ഒരുപാടധികം എരി അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കുന്നത് ഈ ആസ്മ ഉണ്ടാക്കാനായിട്ട് വളരെ വലിയൊരു കാരണമാകുന്നുണ്ട്. അപ്പൊ എരിവ് നമ്മൾ മാക്സിമം കുറയ്ക്കുക, മസാല നമ്മുടെ ഫുഡിൽ മാക്സിമം കുറയ്ക്കുക, മധുരം നമ്മൾ മാക്സിമം കുറയ്ക്കുക, അന്നജം മാക്സിമം കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക. ഇതാണ് നമ്മൾ ബെസ്റ്റ് ഡയറ്റ് ഫോർ ഈ ആസ്മ പേഷ്യൻസ് അല്ലെങ്കിൽ അലർജി ഉള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ഡയറ്റ് ഇതാണ്. ഇനി ആസ്മ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ തരം ഫുഡാണ് കഴിക്കേണ്ടത്? മെയിൻ ആയിട്ടും കഴിക്കേണ്ടതാണ് മഞ്ഞൾ, ടർമറിക്. അതായത് ഈ മഞ്ഞൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡിന്റെ കൂടെ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ആസ്മ, അലർജി ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് മഞ്ഞളിന് സഹായിക്കുന്നുണ്ട്. മഞ്ഞളിന്റെ അകത്ത് കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ കുർക്കുമിൻ ഒരുപാടധികം രീതിയിൽ നമുക്ക് ഈ ഒരു ആസ്മ അറ്റാക്സിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ മഞ്ഞൾ നല്ല ചൂട് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടു വളർത്തിയ മഞ്ഞളും നമ്മൾ വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ ഒരുപാട് രീതിയിൽ അഡൾട്രേഷൻ ഉണ്ടാവുകയും അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് ഒരുപാടധികം രീതിയിൽ ഉള്ളി, വെളുത്തുള്ളി എന്നീ കോമ്പൗണ്ട്സ് കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നമ്മുടെ ആസ്മയെയും അലർജിയെയും പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒനിയന്റെ അകത്ത്, അതായത് നമ്മുടെ ഉള്ളിയുടെ അകത്തും ഈ ഗാർലിക്, അതായത് വെളുത്തുള്ളിയുടെ അകത്തും ഒരുപാടധികം രീതിയിൽ ഹിസ്റ്റമിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് ഹിസ്റ്റമിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ആസ്മ ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമായിട്ടുള്ള ഒരു മീഡിയേറ്റർ ആണ് ഹിസ്റ്റമിൻ. ഈ ഹിസ്റ്റമിനെ കുറയ്ക്കാനായിട്ട് ഈ ഉള്ളിയിലും അതുപോലെ തന്നെ വെളുത്തുള്ളിയിലുള്ള പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയും ഒരുപാടധികം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക.
അടുത്തതായിട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ 1/2 ടീസ്പൂൺ തേന് നമ്മൾ എല്ലാ ദിവസവും കുടിക്കുക. ഈ 1/2 ടീസ്പൂൺ തേന് നമ്മൾ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ ആസ്മ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് മെയിൻ ആയിട്ടൊരു കാര്യമാണ് omega-3 ഫാറ്റി ആസിഡ്സ് ഒരുപാട് അടങ്ങിയ ഫുഡ് കഴിക്കുക. ഈ omega-3 ഫാറ്റി ആസിഡ്സ് നമുക്ക് ഒരുപാടധികം രീതിയിൽ ആസ്മ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ ചാള, ചൂര, അയില ഇങ്ങനെ ചെറു മത്സ്യങ്ങളിലാണ് ഒരുപാടധികം രീതിയിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫുഡ് നിങ്ങൾ മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും ഒരു പിടി നട്ട്സ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നട്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ബദാം, നട്ട്സ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ബേസിൽ സീഡ്, അതുപോലെ തന്നെ ചിയ സീഡ്, അങ്ങനെ ഉള്ള കുറച്ചധികം സീഡ്സ് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സീഡ്സിന്റെ അകത്ത് ഒരുപാടധികം രീതിയിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഈ omega-3 ഫാറ്റി ആസിഡ്സ് അലർജിയും ആസ്മയുടെയും അറ്റാക്കിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോബയോട്ടിക് ഫുഡ്, അതായത് നമ്മുടെ വയറിന്റെ അകത്തുള്ള ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെ ഒരുപാടധികം രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ വളർച്ചയ്ക്ക് ഒരുപാടധികം രീതിയിൽ അനുകൂലമാവുന്ന ഒരുപാടധികം ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ പ്രോബയോട്ടിക്സ് ആണ് നമ്മുടെ കേട്, അതായത് തൈര്, മോര്, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ്, റാഗി, കൂരവ്, ഇതെല്ലാം വളരെയധികം രീതിയിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. അപ്പൊ ഈ പ്രോബയോട്ടിക് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊരു ആക്സിസ് നമുക്കുണ്ട്. അപ്പം നമ്മുടെ വയറിന്റെ ഹെൽത്ത് നന്നായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഹെൽത്ത് വളരെയധികം നല്ലതാണെന്നാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ വയറിന്റെ ഹെൽത്ത് നന്നായിട്ടിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം പ്രോബയോട്ടിക്, അതായത് ഗുഡ് ഗട്ട് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഒരുപാടധികം ചീര, മുരിങ്ങയില, കറിവേപ്പില എല്ലാം നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രൊക്കോളി, ക്യാപ്സിക്കം, അതുപോലെ തന്നെ കോളിഫ്ലവർ, അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇത് നമ്മൾ ഒരുപാടധികം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ ആസ്മയുടെ അറ്റാക്കിനെ നമുക്ക് വളരെയധികം രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ അടുത്തതായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ, അതായത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. കൃത്യമായുള്ള ഇടവേളകൾ നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്യുക. അതായത് 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കുക, 75 കിലോ ഉള്ള ആൾ 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഈ ഒരു അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫൈനൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വ്യായാമം. എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ വ്യായാമം, അതായത് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ കാർഡിയോ വർക്കൗട്ടും ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യുക. അപ്പൊ ഈ വെയിറ്റ് ട്രെയിനിങ്, കാർഡിയോ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ നിങ്ങളുടെ ലങ്സിനെ ഹെൽപ്പ് ചെയ്യുകയും നിങ്ങളുടെ ഓവറോൾ ബോഡിയും നിങ്ങളുടെ മൈൻഡിനെ എല്ലാം വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ആസ്മ, അലർജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരുപാടധികം ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരുടെ നിങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഓഫ്. ബൈ ബൈ.